നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പേ തന്നെ ഒരു കാര്യം ഓർമ്മിക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പ്രസ് ചെയ്യുക. നമ്മൾ ഫയോളിൻ്റെ 14 മാനേജ്മെൻറ്റ് തത്വങ്ങളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. 4 പ്രിൻസിപ്പിൾസ് അതിൽ പറയുന്നുണ്ട്. ഡിവിഷൻ ഓഫ് വർക്ക്, അതേപോലെ രണ്ടാമത്തെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, മൂന്നാമത്തത് ഡിസിപ്ലിൻ, നാലാമത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത്രയും പ്രിൻസിപ്പിൾസാണ് ഒന്നാമത്തെ വീഡിയോയിൽ പഠിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾ ബോധേഡ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ തത്വങ്ങളും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി 5ാമത്തെ തത്വമാണ് പഠിക്കാൻ പോകുന്നത്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് the activities which have a common objective must be grouped together and under one head. ഈ തത്വം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരേ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരേ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മേധാവി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അവ ഒന്നായിട്ട് കൊണ്ടുവരികയും ചെയ്യണം എന്നതാണ് ഈ തത്വം പ്രതിപാദിക്കുന്ന കാര്യം. ഒന്നിലധികം മേധാവികൾ ഒരേ ലക്ഷ്യത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുണ്ടാകുമ്പോൾ അത് പല പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും എന്നതാണ് ഫയോൾ ഈ തത്വത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രതിപാദിക്കുന്ന കാര്യം. നെക്സ്റ്റ്, നമ്മൾ തൊട്ടു മുകളിൽ പഠിച്ച 4ാമത്തെ തത്വവും ഈ 5ാമത്തെ തത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് 4ാമത്തെ തത്വം യൂണിറ്റി ഓഫ് കമാൻഡ്, 5ാമത്തത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഈ 2 തത്വങ്ങളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അതിൻ്റെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസമാണ് മീനിങ്. ബേസിസ് എന്താണ്? മീനിങ്. യൂണിറ്റി ഓഫ് കമാൻഡിൻ്റെ അർത്ഥം എന്താകുന്നു? വൺ സബോർഡിനേറ്റ് ഷുഡ് റിസീവ്സ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. ഒരു സമയം ഒരു കീഴ്ജീവനക്കാരന് ഒരു മേധാവി മാത്രമേ കൽപ്പന നൽകാവൂ എന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണെങ്കിലോ, each group of activities having the same objective must be one head and one plan. ഒരേ ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മേധാവിയും ഒരു പ്ലാനും മാത്രമേ പാടുള്ളൂ എന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. സെക്കൻഡ്ലി, എയിമിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. രണ്ടിൻ്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. യൂണിറ്റി ഓഫ് കമാൻഡ് ആണെങ്കിലോ, ഇറ്റ് പ്രിവെൻറ്റ്സ് ഡ്യുവൽ സബോർഡിനേഷൻ. 2 കീഴ്ജീവനക്കാർ ഒരേ സമയം ഒരു കൽപ്പനയ്ക്ക് ഉണ്ടാകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അഥവാ ഒരു കീഴ്ജീവനക്കാരന് ഒരേ സമയം 2 മേധാവികൾ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ യൂണിറ്റി ഓഫ് ഡയറക്ഷനോ, ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. പ്രവർത്തനങ്ങളിൽ ഓവർലാപ്പിംഗ് ഉണ്ടാകാതെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കലാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓവർലാപ്പിംഗ് ചിലവിനെ കൂട്ടുന്നു, അതേപോലെ തന്നെ കാര്യക്ഷമതയെ കുറക്കുന്നു. ഓവർലാപ്പിംഗ് ഇല്ലാതാക്കുവാൻ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വഴി സാധ്യമാണ്. അതാണ് 2ാമത്തെ വ്യത്യാസം. 3ാമത്തത് ഇംപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസമാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് ആണെങ്കിലോ, ഇറ്റ് എഫക്റ്റ് ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി. ഒരു
പ്രത്യേക ജീവനക്കാരനെ സ്വാധീനിക്കുന്ന ഒന്നാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. എന്നാൽ യൂണിറ്റി ഓഫ് ഡയറക്ഷനോ ഇറ്റ് അഫക്റ്റ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ. സ്ഥാപനത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷനും യൂണിറ്റി ഓഫ് കമാൻഡും തമ്മിലുള്ള 3 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസങ്ങൾ നിങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ഫയോളിൻ്റെ തത്വം എന്താണെന്ന് പരിശോധിക്കാം, അത് പഠിക്കാം. 6ാമത്തെ തത്വമാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ദി ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് സുപ്പീരിയർ ടു ഇൻഡിവിജ്വൽ. എപ്പോഴും വ്യാപാര സ്ഥാപനം, അതിലെ ജീവനക്കാർ, ഓരോ കീഴ്ജീവനക്കാർ, അതേപോലെ തൊഴിലാളികൾ അതിനേക്കാൾ സുപ്പീരിയറാണ്, അതിനേക്കാൾ മേധാവിത്വം ഉള്ള ഒന്നാണ് വ്യാപാര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ദി ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ് മസ്റ്റ് പ്രിവെയിൽ ഓവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ജീവനക്കാരുടെ വ്യക്തിപരമായ താല്പര്യത്തിനേക്കാൾ മുകളിലാണ് സ്ഥാപനത്തിൻ്റെ വിശാല താല്പര്യം. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ വിശാല താല്പര്യത്തെയും അതുപോലെ തന്നെ ജീവനക്കാരുടെ താല്പര്യത്തെയും ഒന്നായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഇതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുള്ള സ്ഥാപനത്തിൻ്റെ താല്പര്യം അതിലെ ജീവനക്കാരുടെ താല്പര്യത്തിന് വളരെ ഘടകവിരുദ്ധമാകാനും പാടില്ല. അതേപോലെ ജീവനക്കാർ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, അവർക്ക് വേതനം കിട്ടുന്നു. വേതനം കിട്ടിക്കഴിഞ്ഞാൽ സ്ഥാപനത്തിന് അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള നേട്ടവും ഉണ്ടായിരിക്കണം. ഇത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റിലൂടെ സാധിച്ചെടുക്കാൻ കഴിയും എന്നതാണ് ഫയോളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ തത്വത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവ തമ്മിൽ ഒരിക്കലും തന്നെ സംഘട്ടനം ഉണ്ടാകാൻ പാടില്ല. അതായത് ജനറൽ ഇൻട്രസ്റ്റും ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും തമ്മിൽ രമ്യതയോടുകൂടി പോകേണ്ടതാണ്. അവ തമ്മിൽ ഒരിക്കലും തന്നെ ആശയപരമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാകാൻ സ്ഥാപനത്തിൽ പാടില്ല. സ്ഥാപനത്തിൻ്റെ വിശാല താല്പര്യം നേടിയെടുക്കാൻ വേണ്ടി കീഴ്ജീവനക്കാർക്ക് അവരാലാവും വിധം ശ്രമിക്കേണ്ടതാണ്. ഇത് രണ്ടും ഘടകവിരുദ്ധമാകുമ്പോൾ ഒരിക്കലും തന്നെ സ്ഥാപനത്തിൻ്റെ വിശാല താല്പര്യം നേടിയെടുക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് നേടിയെടുക്കാൻ ഏതൊരു സ്ഥാപനത്തിനും കഴിയേണ്ടതാണ്. ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബാക്കി ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ അടുത്ത തത്വങ്ങളൊക്കെ പഠിക്കും. നമസ്കാരം, നന്ദി.